Krishna's color key. Let's talk, let's chat, and let's enjoy. എല്ലാവർക്കും നമസ്തേ, കൃഷ്ണാസ് കൊളിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ആരായിരിക്കും ഗസ്റ്റ് എന്നായിരിക്കും വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും പരിചയമില്ല, പക്ഷെ എനിക്ക് മാത്രമേ പരിചയമുള്ളൂ. നമ്മുടെ ഒരു എന്താ പറയുക, പാട്ട് കേട്ടിട്ട് ഉത്തരം പറയുന്ന ഒരാളാണ്. അപ്പോൾ ദീപ്തി സുധയാണ്. നമുക്ക് ദീപ്തി സുധയെ ഇവിടെ സ്വാഗതം ചെയ്യാം. വരൂ ദീപ്തി സുധ. നമസ്കാരം. ദീപ്തി അബുദാബിയിലാണ് താമസിക്കുന്നത്. ദീപ്തി ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചു. ദീപ്തി വന്നാൽ ഈ ഇത് സമ്മാനം ഒന്ന് സ്വീകരിക്കാനായിട്ട്. പക്ഷേ ഒരുപാട് ഞങ്ങളുടെ ഇപ്പം എൻ്റെ തിരക്കും അതുപോലെ തന്നെ ദീപ്തിക്കും ഓഫീസൊക്കെ ഉള്ളതുകൊണ്ട് സമയത്തിന് നമുക്ക് വരാൻ കഴിഞ്ഞില്ല. എനിക്കിതുവരെ കൊടുക്കാനും സാധിച്ചില്ല ഒരു സമ്മാനം. അപ്പോൾ നമുക്ക് ദീപ്തിയുടെ അടുത്ത് തന്നെ ചോദിക്കാം. ദീപ്തി ഏത് എപ്പിസോഡാണെന്ന് ഓർമ്മയുണ്ടോ സമ്മാനം കിട്ടിയത്? ആക്ച്വലി എല്ലാ എപ്പിസോഡിലും ഞാൻ കമന്റ് ചെയ്യാറുണ്ട്. എല്ലാ വീഡിയോസും ഇനിയും കമന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് നല്ലൊരു ഫാനിനെ കിട്ടിയിട്ടുണ്ട്. ഇനി ദീപ്തി പിന്നെ പരിചയമുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ആക്ച്വലി ദീപ്തി ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ കേട്ടോ. ഷോർട്ട് ഫിലിംസിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ പരിചയപ്പെട്ടത് ഞാൻ വേറൊരു ദിവസം പറയാം, അതാ നല്ലത്. ഇത് എപ്പിസോഡ് 9 ആയിരുന്നേ. ചോദ്യം ഓർമ്മയുണ്ടായിരുന്നു? ഓർമ്മയില്ലല്ലേ? എല്ലാത്തിനും ഉത്തരം പറയുന്നുണ്ട്, ചിലതൊക്കെ തെറ്റുന്നുണ്ടല്ലേ? അത് നീലകളേബരം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അതിൻ്റെ ഉത്തരമാണ് ദീപ്തി പറഞ്ഞത്. ഇപ്പോൾ ഓർമ്മയുണ്ടോ നീലകളേബരം എന്താന്നുള്ള മീനിങ്? ഇപ്പോഴും ഓർമ്മയില്ല. അപ്പൊ എവിടുത്തെ ഉത്തരം കോപ്പി അടിച്ചത്? നീലകളേബരം കൃഷ്ണന്റെ. അപ്പൊ അത് എനിക്ക് മെസ്സേജ് തന്നിരുന്നത് കൃഷ്ണന്റെ ശരീരം എന്നുള്ളതാണ്. അതെ, നീല നിറത്തിലുള്ള ശരീരത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, കണ്ടോ? ഇപ്പൊ എവിടെ നിന്നോ കോപ്പി അടിച്ചോണ്ട് വന്ന ആരാ പറഞ്ഞത്? എല്ലാരും പറഞ്ഞില്ല, അറിയാതുള്ള കൃഷ്ണനെ വർണ്ണിക്കുന്ന. അതെ, കൃഷ്ണനെ വർണ്ണിക്കുന്നതാണ് നീലകളേബരം എന്ന് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ ശരീരം. അപ്പൊ അന്ന് ഉത്തരം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൈസ് ഉണ്ടെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇതുപോലെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഒരുമിച്ച് മീറ്റ് ചെയ്യാനും സാധിച്ചില്ല. അതുകൊണ്ട് ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് സമ്മാനം കൈമാറാം. ദീപ്തിക്ക് എന്താ പറയാനുള്ളത്? എല്ലാ എപ്പിസോഡ്സും കാണാറുണ്ടല്ലേ? എല്ലാ എപ്പിസോഡും കാണാറുണ്ട്. മാം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണ്. അതിന്റെ സ്റ്റോറി പിന്നീട് പറയും. ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും എനിക്ക് എന്താ പറയാ, എനിക്കൊരു വലിയ അവസരം തന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പൊ അത് അതുകൊണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് പരിചയപ്പെട്ടത്, ഫാനായി തീർച്ചയായിട്ടും. പിന്നെ കൃഷ്ണപ്രിയ എന്നുള്ള പേര്, കൃഷ്ണ പ്രിയദർശിനി, അതിൽ തന്നെ ഉണ്ട് കൃഷ്ണനോടുള്ള ഒരു എത്രത്തോളം ആരാധന ഉണ്ടെന്നുള്ളതും കൃഷ്ണപ്രിയ ആണെന്ന് മനസ്സിലായി. സോ എന്താണ് കൃഷ്ണപ്രിയയുടെ മീനിങ് അറിയോ? കൃഷ്ണന് പ്രിയപ്പെട്ട അല്ല, കൃഷ്ണന് പ്രിയപ്പെട്ടത് എന്നുള്ള, പക്ഷെ കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞാൽ തുളസിയുടെ മറ്റൊരു നാമമാണ്. ഹരിപ്രിയ, കൃഷ്ണപ്രിയ. അപ്പൊ കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടത് തുളസിയാണ്. മനസ്സിലായില്ല? നമ്മളിപ്പോ ഒന്നും കൊണ്ട് അർപ്പിക്കണ്ട, ഒരു ചെറിയ തുളസിക്കതിർ മാത്രം മതി എന്നാ പറയുന്നത്. അതിൽ ആള് സന്തോഷിക്കും എന്നാ പറയുന്നത്. അപ്പൊ നമ്മള് ഒരുപാട് സാധനങ്ങൾ കൊടുത്തില്ലെങ്കിലും ഒരു ചെറിയ തുളസിക്കതിരെങ്കിലും കാണാൻ പോകുമ്പോൾ സമർപ്പിക്കണം. അപ്പൊ അതാണ് കൃഷ്ണപ്രിയ. അപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാണ് കൃഷ്ണനുമായിട്ട് റിലേറ്റ് ചെയ്തത് എന്നുള്ളത് മനസ്സിലായോ? ഓക്കെ. അപ്പൊ ദീപ്തി എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാനിവിടെ അബുദാബി തന്നെ വർക്ക് ചെയ്യുന്നത്. എയർപോർട്ട് റോഡിൽ റിമാക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ജോലി ചെയ്യുന്നത്. എങ്ങനെയുണ്ട് വർക്ക് സ്കെഡ്യൂൾ ഒക്കെ? എങ്ങനെയാ? മോർണിംഗ് 9:30 to 6:30 ആണ്. സൺഡേ ഹോളിഡേ ആണ്. പിന്നെ വീട്ടിലാരൊക്കെയുള്ള? വീട്ടില് പപ്പ, അമ്മ, അനിയത്തി. ഇവിടെ അബുദാബിയിലെ ഹസ്ബൻഡ്, ഞാനും മാരീഡ് ആണ് അല്ലേ? മാരീഡ് ആയിട്ടുള്ളവരൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര സന്തോഷം. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇതുവരെ എത്ര ഷോർട്ട് ഫിലിംസ് ചെയ്തു? 5-6 ഷോർട്ട് മൂവീസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക്, യൂട്യൂബ് ഒക്കെ ഉണ്ടല്ലേ? ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ അവരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും സമ്മാനത്തിലേക്ക് കിടക്കാം. ഞാൻ എന്തായാലും ഒരു സമ്മാനം കരുതിയിട്ടുണ്ട് ദീപ്തിക്ക്. നമുക്കത് കൊടുത്തുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഉത്തരം പറയുന്നവർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നമ്മുടെ സ്റ്റുഡിയോ അബുദാബിയിലായതുകൊണ്ട് എനിക്ക് ഇവിടെ ഉള്ളവർക്ക് മാത്രമേ നേരിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്കത് ഷൂട്ട് ചെയ്ത് കാണിക്കാനും പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ദീപ്തി ഇത് സന്തോഷത്തോടെ സ്വീകരിക്കാം. താങ്ക് യു മാം. അപ്പോൾ ഇത് ഉടുത്തിട്ട് ഒരു പ്രാവശ്യം നമ്മുടെ സ്റ്റുഡിയോയിൽ വരിക. കാര്യം ഇനി വരേണ്ടി വരും, അത് ഞാൻ പറയാം. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ദീപ്തിയെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ. Krishna's color key. Let's talk, let's chat, and let's enjoy.